ഹലോ, മൊമെൻറ്റ്സ് ആൻഡ് മെമ്മറീസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്താണെന്നറിയോ? ഞാൻ നാട്ടിൽ പോയപ്പോഴത്തെ കുറച്ച് വിശേഷങ്ങളാണ് ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതൊക്കെ കണ്ടിട്ട് വന്നാലോ? ഞാൻ പറഞ്ഞിരുന്നില്ലേ നമ്മുടെ വീട്ടിലൊരു പൂജ നടക്കുന്നുണ്ടെന്ന്, അതിൻ്റെ കുറച്ച് വിഷ്വൽസാണിത്. ഓ, ഇവിടെ നിന്നാണ് മേടിക്കുന്നത്. ഐഫോൺ അമ്മച്ചിയുടെ സിം അതിൻ്റെ അകത്ത് ആക്കിയിട്ടുണ്ട്. ആക്കിയോ? ഇനി അതിലേക്ക് കോള് വരും. ഇനി ഇത് മുഴുവൻ പഠിക്കണ്ടേ ഞാൻ? താങ്ക് യു. സുമേഷ് ചേട്ടാ, നിർത്തി പൊരിക്കുന്ന ആടെവിടെ? കുത്തിയ എണ്ണ കയറും അതിനകത്ത്. അല്ലാതെ തിരിയത്തില്ല അങ്ങോട്ടേക്ക്. തിരിയോ ഏട്ടാ? തിരിയുന്നതിന് രാവിലെ പുള്ളി വിട്ട് തേങ്ങ എടുത്തിട്ട് ഇങ്ങനെ വറുക്കും. ആദ്യം ഇടുന്നിട്ട് ചുമ്മാതാണ്, പച്ചക്കറിക്കുള്ള സവാള ചുമ്മാതാണ്. ഇതായിരിക്കുന്നു യൂട്യൂബില്. ഇപ്പൊ ആദ്യമായിട്ട് ചോദിക്കുന്നു ഉണ്ണിയപ്പം ഒഴിക്കണം. ഉണ്ണിയപ്പം ഒഴിക്കുന്നു. ഉണ്ണിയപ്പം മാവ് ഒഴിക്കണത് എന്നാ ഒഴി. പഞ്ചസാര കൈയോടെ സൂപ്പർ. ആ, ജീവനും കൊണ്ട് ഓടിക്കുമെന്ന്. ആ, ഒന്നിച്ചങ്ങ് ഒഴിക്കണം. ഒന്നിച്ചൊഴിക്കണം. ആ, കേറി വരൂ. എന്ത് പറയാനുണ്ട്? ഓം നമഃ ശിവായ ചൊല്ലാൻ. ചിറ്റേ, മറ്റേ ഓം നമഃ ശിവായ ചൊല്ലാൻ ഇത്തവണ വിളിച്ചാ പോകുന്നുണ്ടോ? ആ, കണ്ട്. ഓ, അവരുടെ ഉണ്ണിയപ്പത്തിൽ എന്താ പരിപാടി? എല്ലാരും പെട്ടെന്ന് ഇൻട്രോവേർട്സ് ആയി. എല്ലാരും കുരിഞ്ഞിരിക്കുന്നത്, ആരും ഇങ്ങോട്ട് നോക്കുന്നില്ല. എന്തുവാടേ? ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ചാനൽ. എടാ, നിങ്ങൾക്കറിയാം എനിക്കൊരു യൂട്യൂബ് ചാനലുള്ള കാര്യം. ഞാനിപ്പോ പറഞ്ഞു. ഇപ്പൊ അറിയാം. എന്തേ ഉണ്ടാക്കിയത്? എന്തേ? ഞാൻ നിന്നെ നീ അല്ലേ ഡാർക്ക് ചോക്ലേറ്റിന്റെ ആള്? അവന്റെ ഡാർക്ക് ചോക്ലേറ്റ് നിനക്ക് വേണ്ടടാ. നിനക്ക് വേണോടി? എന്റെ കയ്യിലിരുന്നപ്പോഴത്തേക്ക് അത് മെൽറ്റായി തുടങ്ങി. ഇത് മറ്റേ പന്നിക്കുഴി ആശുപത്രിയല്ലേ? പേരുകളാണ് പന്നിക്കുഴി. വോയിസ് ഓവർ ചിലതിനൊക്കെ കൊടുക്കൂടി, ചിലതിനൊന്നും കൊടുക്കില്ല. ഈ വണ്ടി ഞാൻ മൂകാംബിയെ പോയി ഓടിച്ചിരുന്നെങ്കിൽ കാശുണ്ടാക്കാം. അതെ, ഇത്രയും കുണ്ടും കുഴിയുള്ള ഇവിടെ യാത്രയ്ക്ക് പോകും. ഇത് അത്ര കൊണ്ടുകുഴിയൊന്നും ഇപ്പൊ ഇല്ല. ഇവിടുന്ന് ലെഫ്റ്റ് ആണേ. 1.5 ലിറ്റർ പാല് കണ്ട് വേണമെന്ന് വൈകുന്നേരത്തേക്ക് കിട്ടും. ഇതാ മിൽമ, ആ കാണുന്ന ബിൽഡിങ്. അത് പൂട്ടിട്ടേക്കുക. അതിപ്പൊ പൂട്ടിയേക്കുവാ. അതല്ലേ അപ്പറേ ഇതാ മിൽമ. അല്ലടി അപ്പുറത്തെ ഇല്ലേ? എപ്പുറത്ത്? അത്രേ ഉള്ളൂ. അയ്യോടാ, അപ്പച്ചമ്മ നടക്കുന്ന കണ്ട പാവം. ഓണടിക്കണ്ട, പേടിച്ച് വെപ്രാളപ്പെട്ട് വീണി. അയ്യോടാ, പാവം. അയ്യോ, ചിരിക്കുന്ന കണ്ടോ? എന്ത് നിഷ്കളങ്കമായ ചിരിയാ നോക്കടി, പാവം. ഇത് അച്ഛൻ്റെ തറവാട്ടിലേക്കുള്ള യാത്രയാണ്. അവിടെ ഇപ്പോൾ താമസിക്കുന്നത് അച്ഛൻ്റെ അനിയനും ഫാമിലിയാണ്. കൊച്ചച്ഛന് കൃഷിയും പശു വളർത്തലും അങ്ങനത്തെ പരിപാടികളൊക്കെയാണ് കേട്ടോ. വീടൊക്കെ ഒരുപാട് പഴയതായി. ഇതാണ്
ഇവിടെ ഞങ്ങളുടെ എണ്ണ കെട്ടി വെച്ചിട്ടുണ്ട് തറവാട്. നന്നായിട്ട് എനിക്ക് ഓർമ്മയില്ല. ഇതാ കാന്താരി, കൊടംപുളി മരം, കൊടംപുളി മരം. ഇതാ കാന്താരി, ഇത് ഇലഞ്ഞി മരം. എന്ത് പൂ വീഴുമായിരുന്നു അല്ലേ? ഒരുപാട് പൂ വീഴുന്ന മരമായിരുന്നു. ഉണ്ടോടി പൂ വീണിട്ടുണ്ടോ? ആ കാണിച്ചേ. ഓ ഇലഞ്ഞിപ്പൂ. എന്താ ചെരുപ്പ് വലുതാണോ? അത് ഇച്ചിരി ലൈറ്റ് ആക്കമ്മ. ഇലഞ്ഞി 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 പൂവ്. സത്യം എന്ത് പെറുക്കി മാല കോർക്കുമായിരുന്നു അത് വെച്ചിട്ട്. അത് പറയില്ല. ഐ ഇത് കള്ളിപ്പാല അല്ലേ? കള്ളിപ്പാല, ഓമരം. ഇതാ മൈലാഞ്ചി ചെടി. ഈ പണ്ട് എന്തോരോ ഇതൊക്കെ അരച്ച് കയ്യിലൊക്കെ ഇടുമായിരുന്നു അല്ലേ? എന്താ മോണിക്കയോ? നോനിക്ക എന്ന് വെച്ചാ എന്താ? എഴുതിട്ടെ. ശരി. പത്ത് മണിച്ചെടി. 10 മണിച്ചെടി. എന്താ രസമല്ലേ ഇത്. ഇതിനെന്തായിരുന്നു? കുരു എടുക്കാറായ പല കളറ്. ഇത്തിരി വിരിയാറുണ്ട്. ചൂട് കഴിയുമ്പോൾ തന്നെ വിരിയും. വെയിലാകുമ്പോഴത്തേന് ഇവിടെ ഗീരിച്ചിട്ടുണ്ടോ കുറെ കൊണ്ട്. കപ്പത്തൈ നട്ടേക്കുന്നു ഈ നെറ്റിനകത്തോ? ചെറുത് തൈയല്ലേ? ഈ ചാമ്പയുടെ മണ്ടയിൽ എന്തോരം കേറിയിട്ടുണ്ട്. ഇതിലെവിടെയാ ചുറ്റേ ചാമ്പയ്ക്ക? പൂച്ച പ്രസവിച്ച് കിടക്കുന്നു. പൂച്ച. അയ്യോ അപ്പൊ ആയതേ ഉള്ളോ? അയ്യോ ഉപ്പ് നിറച്ചുണ്ട്. ഇനി ഇതിലേക്ക് സ്റ്റഫ് ചെയ്യണം കേട്ടോ. നമ്മൾ ഈ ഹാലപ്പീനോ പെപ്പറിനുള്ളിൽ ബേക്കണൊക്കെ സ്റ്റഫ് ചെയ്യുന്ന പോലെ ചാമ്പക്കട കൊള്ളാമോ? വെള്ളം അല്ല അയ്യോ അത് കിട്ടിയില്ലല്ലോ. കഴിവൊക്കെ കണ്ടപ്പോ ഞാൻ നല്ല രൂപ ആവും വെള്ളം. ഫ്രഷ് കാന്തരി ചിക്കടയിലുണ്ട് കാന്തരി. എനിക്ക് കാന്താരി വേണ്ട. കാന്താരി റിസ്ക് ഏട്ടൻ എടുത്തല്ലോ. ചാമ്പയ്ക്ക ഞങ്ങൾക്ക് ഓറഞ്ചോ ആപ്പിളോ ഒന്നും കിട്ടത്തില്ല. അത് കഴിച്ചു നോക്കാം. നീ കഴിച്ചു നോക്കുക. യു ആർ ഗോയിങ് ടു ലൈക്ക് ഇറ്റ്. ചിറ്റൊക്കെ തുറന്നു വിട്ട് ഇപ്പൊ അവൻ കൂട്ടി കയറുന്നില്ല. കേട്ടുണ്ടോ? അത് കുറച്ച് അവനവിടെ നിൽക്കട്ടെ. Don't spit it out, okay? അതെ പാവോ. നാടന്റെ അത്ര സ്നേഹം വേറെ ഒന്നിനുമില്ല കേട്ടോ. ഭയങ്കര സ്നേഹം. അയ്യട മനമേ അങ്ങനെ പറ്റിക്കേണ്ടത്. കുട്ടുപാടാ അവിടെ നടന്നോട്ട് വന്ന് വെച്ചേ. പോത്തില്ലെങ്കിൽ കുഴപ്പമില്ല. കൈയെടുത്ത് പേടിയാ. ഇതാ കറിവേപ്പ് മരം. ഓ ഇത് കോവലല്ലേ മതി വെച്ച? കോവല് ഇട്ടിട്ടേക്കുന്ന ഇവിടെ എല്ലാം. തുടങ്ങിയതേ ഉള്ളൂ ഓരോ ചെറിയ പരിപാടികൾ. ഷീറ്റ് അടിക്കാൻ കിടക്കുന്നു. ഇന്നലെ അടിച്ചില്ല. ഇന്നലെ ആ
പയറ്, ഇത് പയറല്ലേ? പപ്പായ, ഓമയ്ക്ക, പിന്നെന്താ ഓരോ സ്ഥലങ്ങളിലും ഓരോ പേര് അതിന് പറയല്ലേ. എന്നാ കറിവേപ്പ്, കാട് പിടിച്ച് കിടക്കുന്നു കറിവേപ്പ്. കുറെ വാഴ, ഇതാ വീണ്ടും കറിവേപ്പ്. സാധനമാണ് എറേസറൊക്കെ ഇത് വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. റബ്ബറിന്റെ പാല്, അതിങ്ങനെ ആസിഡാട്ടോ, ആസിഡ് മണക്കും, ഭയങ്കര സ്മെൽസ് ബാഡ്. I smelled this before. It's in Karachan. And then we have to do this. We have to do this to make the sheet. പണ്ട് ഇതിലൊക്കെ ഇങ്ങനെ കുഴുത്തിട്ട് വെക്കായിരുന്നു കളിക്കുന്നേ. നല്ല വൈറ്റ് ക്ലിയർ ആയിട്ട്. അയ്യോ അമ്മേ. It looks like slime. ലുക്സ് ലൈക്ക് സ്ലൈം. സ്ലൈമി ആയിട്ടിരിക്കും ഇത്. ഇതിലൊന്ന് റോൾ ചെയ്ത് കാണിച്ചേ ദേവകുട്ട. ഇങ്ങനെയാണ് ഷീറ്റ് അടിക്കണത്. I think that's just for smoothing it. അല്ല, ഇത് മറ്റേ പ്രിന്റ് വിടുന്ന അല്ലേ, പ്രിന്റ് ചെയ്യുന്ന സാധനം. ഇതിലൊരു ലൈൻസ് ഉണ്ട്, അത് ഇതിങ്ങനെ അടുപ്പിക്കും. ഇത് അടുപ്പിച്ചിട്ട് ഇതിന്റെ ഇടയിൽ കൂടെ ഷീറ്റ് കയറ്റി വിടും, എന്നിട്ട് റോൾ ചെയ്യും. അത് കഴിഞ്ഞിട്ട് ഇവിടെ അത് പ്രിന്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഈ റബ്ബർ ഷീറ്റിന്റെ പ്രിന്റ് ഇങ്ങനെയാണ്, ലൈൻസ് ചെയ്യാൻ വേണ്ടി. കൈ കഴുക. ഈ കാണുന്നത് അമ്പഴത്തിന്റെ മരമാണ്. ഇത് കായൊന്നുമില്ല, പക്ഷെ പണ്ടുണ്ടായിരുന്നല്ലേ നമ്മളെ ഓർക്കുന്നുണ്ടോ, നിറച്ച് പഴുത്ത് പൂവായിട്ടുണ്ട്. അപ്പൊ അതിന് കായ്ക്കൂല്ലേ? ഈ പൂവായിട്ടുണ്ട് അതില്. പക്ഷെ പണ്ടൊരു ഞാൻ കഴിച്ചില്ല. സ്റ്റാർ ഫ്രൂട്ട് മധുരം ഉണ്ടോ? അത് കഴിച്ചു നോക്കി. ഉണ്ടല്ലേ അവള് പുതിയ സാധനങ്ങളൊന്നും ട്രൈ ചെയ്യില്ല. സ്റ്റാർ ഫ്രൂട്ട് ഈ പൂവിന് എന്തോ ഒരു പേര് പറയുന്നുണ്ടോ? ഏതാ ഇതോ? വാടാമല്ലി. വാടാമല്ലി, വാടാമല്ലി, വാടാമുല്ലാന്നും പറയും. ഇതെന്താന്ന് അറിയാമോ ഏട്ടന്? കൊക്കോ. കൊക്കോ. ഇത് പിടിക്കും. ഞാൻ പറിക്കാം. ഇത് പിടിക്കും. എനിക്ക് പണ്ടത്തെ പോലെ കേറാനൊന്നും അറിയത്തില്ല. പക്ഷെ ഉണ്ടല്ലോ, ഇത് വിളഞ്ഞാണോ ഇടി? അല്ല, ഏതാണ്ട് തുളച്ച് തിന്നിട്ടുണ്ട്. അത് പറിക്കാടി, നമുക്ക് പൊട്ടിച്ചു നോക്കാം. വിളഞ്ഞിട്ടേ ഉള്ളു. എടാ ഒരെണ്ണം പറിച്ചേടാ. ആരുടെ അനുവാദം ഇതില്ലായിരുന്നു, ഞങ്ങൾ തന്നെ കയറുമായിരുന്നു. ഇപ്പൊ നിങ്ങളുടെയൊക്കെ അല്ല, അനുവാദമല്ല ഇട്ടേ, ആശ്രയിക്കണ്ടായിരുന്നു. വീട് തെറ്റി പണ്ടൊക്കെ ഞങ്ങളങ്ങ് കയറുമല്ലായിരുന്നു. ഞാൻ പൊട്ടിക്കാൻ. ഇത് കല്ലിൽ ഇടിക്കായിരുന്നു, ഓർക്കുന്നുണ്ടല്ലോ അവളെ? കല്ലിൽ ഇടിച്ചിട്ട് അമ്മ മതി. അമ്മ എന്തൊരു കന്നനോളം എടുക്കണം. അമ്മ ഇത് കണ്ടോ? അമ്മ ഇത് കണ്ടോ? ഇതാണ് ചോക്ലേറ്റ് ഉണ്ടാക്കുന്ന സാധനം. What the heck? Oh yeah, there's seeds inside there. That's seeds inside there. Mama, can you hold the camera? ഇതിനകത്ത് കുരു തിന്നാൻ പറ്റില്ല. ഇതിനകത്ത് പിങ്ക് കളറ്. ഇതാണ് ചോക്ലേറ്റ് ഉണ്ടാക്കുന്ന സാധനം. എന്റെ മോള് ശകം കൈ ചോക്ലേറ്റ് ഉണ്ടാക്കുന്നതിന് കഴിപ്പായിരിക്കും. അത് ഉണങ്ങിയിട്ട് പൊടിച്ചത്. ഇതിന്റെ ഈ വൈറ്റ് പോർഷൻ നമുക്ക് കഴിക്കാൻ പറ്റും. ഇത് മധുരമാവും ശരിക്കും. That tastes weird. ഇതാണ് എന്താ തൊണ്ടിപ്പഴം.
ഇതിന് വേറെ എന്തെങ്കിലും പേരുണ്ടോന്നൊന്നും അറിയില്ല. ഇത് പഴുക്കുമായിട്ട് തിന്നാൻ കൊള്ളൂ ഇത്. ഓ അപ്പൊ കഴിക്കാം. ഇവിടുത്തെ പശുവാ. നിങ്ങൾ കണ്ടിട്ടുണ്ടോ? പശുവിന്റെ ഒപ്പം എപ്പോഴും ഒരു കൊക്ക് ഉണ്ടാവും അല്ലേ? പശു അതിനൊപ്പം ഒരു കൊക്ക്. കുത്തുന്നാണോ ഇറ്റേത്? Oh, this is a. ഇതാ ഒരു കൊക്ക് അവിടെ. They would have button. മുള്ളുണ്ട്. ഇത് കൊടംപുളി മരവാ. അല്ല എപ്പോഴാ കൊടംപുളിയുടെ സീസണ്? ജൂണിലല്ലേ? ജൂണിൽ കായ്ക്കും. ഇത് നിറച്ചുണ്ടാവുമല്ലോ ഇതില്. എന്തുണ്ടാവുമായിരുന്നു? കൊടംപുളി മരം. ഇവിടേക്ക് എന്താ വീട് എടുക്കാനുള്ളത്? ചുമ്മാ നൊസ്റ്റാളജി ചേട്ടാ. പിന്നെ ഇതൊക്കെ നൊസ്റ്റുവാണ്. ഇവർക്കാർക്കൊന്നും തോന്നില്ല. നമ്മുടെ മെമ്മറീസ് ആണ്. ഇവിടെ ഒരു വീടുണ്ടായിരുന്നു, പഴയ വീട്. ആ വീടൊക്കെ പോയി. ഇതാ തറ മാത്രമേ ഉള്ളൂ. കണ്ടോ, തറക്കല്ല് മാത്രമേ ഉള്ളൂ. ഞങ്ങളുടെ നാട്ടിലെ റോഡിന്റെ അവസ്ഥയാണ്. ഇപ്പൊ കുറച്ച് ബെറ്റർ ആയിട്ടുണ്ട്. പണി നടന്നുകൊണ്ടിരിക്കുന്ന വഴിയാണ്. ഞാനൊക്കെ ഇതിനു മുമ്പ് ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു ഞങ്ങളുടെ നാട്ടിലെ വഴിയുടെ അവസ്ഥ. പക്ഷെ ഇതിപ്പോ ബെറ്റർ ആയതാ. ഇവിടെയൊക്കെ കുഴിഞ്ഞായിരുന്നു. ഇവിടെ ഇടിക്കുഴിയൊക്കെ താഴേക്ക് വീണായിരുന്നു. ആഹാ, കാച്ചിലും കാന്താരിയും. ഇത് വല്ലതും അമേരിക്കയിൽ കിട്ടുമോ? ഇത് കണ്ടോ നാട്ടിലെ വഴികൾ. ഈ മരങ്ങളായ മുത്തച്ഛന്മാരൊക്കെ പ്രായമേറെ എത്തിയിട്ടും വഴിയരികിൽ തന്നെ കാത്തു നിൽപ്പുണ്ട് കേട്ടോ. ഇത് കോട്ടാങ്കൽ ദേവീ ക്ഷേത്രത്തിലെ പടയണി മഹോത്സവം. മകരമാസത്തിലെ അശ്വതി നാളിലാണ് ഈ വലിയ പടയണി ഇവിടെ നടത്താറുള്ളത്. ഇത് ഞങ്ങൾക്ക് വെറുമൊരു ഉത്സവം മാത്രമല്ല, ഒരു വികാരമാണ്. വലിയ പടയണി കൂടാനുള്ള ഭാഗ്യം ഇത്തവണയും എനിക്കുണ്ടായില്ല. ഞങ്ങൾ പോയത് പടയണി ചൂട്ടുവയ്പ് ദിവസമാണ്, അതായത് പടയണി തുടങ്ങുന്ന ആദ്യത്തെ ദിവസം. സത്യം പറഞ്ഞാൽ ഈ പടയണി കൂടിയിട്ട് ഒരുപാട് വർഷങ്ങളായി. കൃത്യമായി പറഞ്ഞാൽ നീണ്ട 17 വർഷങ്ങൾക്ക് ശേഷമാണ് ഞാൻ ആദ്യത്തെ ദിവസമെങ്കിലും പടയണിക്കൊന്ന് എത്താൻ പറ്റിയിട്ടുണ്ടായിരുന്നത്. That's our birthmark. Ding ding ding. വൈകിട്ട് ബിഗിലി ബട്ടർഫ്ലൈ. ഇതാണ് ഇന്നത്തെ വീഡിയോ. ഇത്തവണ എനിക്ക് പോയപ്പോൾ എനിക്ക് തോന്നിയ ചില കാര്യങ്ങളാണ്. പണ്ടൊക്കെ നാട്ടിലുണ്ടായിരുന്നത്ര ഭംഗി ഇപ്പോഴും ഉണ്ട്. എങ്കിൽ പോലും പണ്ടത്തെ പറമ്പൊക്കെ നിങ്ങളെന്താ പറയുക, അയ്യവോ അങ്ങനെയുള്ള സ്ഥലം, നമ്മുടെ എന്താ പറയുക സ്ഥലമൊക്കെ പഴയ പോലെ അത്ര നീറ്റായിട്ട് ആൾക്കാർ കീപ്പ് ചെയ്യാറില്ല എന്ന് തോന്നി. പണ്ടൊക്കെ ഈ പറമ്പൊക്കെ കാണാനായിട്ട് നല്ല ഭംഗിയാണ്. ഈ റബ്ബർ തോട്ടമൊക്കെ ആണെങ്കിലും എല്ലാം നീറ്റാക്കിയിട്ട് കാടൊക്കെ വെട്ടിത്തളിച്ച് എപ്പോഴും അവർ നല്ല നീറ്റായിട്ട് വെക്കുമായിരുന്നു. ഇപ്പോൾ ആൾക്കാർക്കൊന്നും സമയമില്ല എന്നുള്ളത്. ആരാണിപ്പോൾ ഇതൊക്കെ ചെയ്യുന്നത്? എൻ്റെ അറിവിലിപ്പം വളരെ കുറച്ച് ആൾക്കാർ മാത്രമേ കൊച്ചച്ഛനെ പോലെ കൃഷിയും ജീവിതവുമായിട്ട് നടക്കുന്നുള്ളൂ. എന്നിട്ട് തന്നെ കൊച്ചച്ഛന് ഇതിനൊന്നും സമയം കിട്ടാറില്ല. ആൾക്കാരെ ജോലിക്ക് കിട്ടാനില്ല. ഇപ്പോൾ എല്ലായിടത്തും ബംഗാളികളാണല്ലോ പണിയെടുക്കുക. അപ്പം നാട്ടിലെ ആ പഴയ ഭംഗി, പണ്ടൊക്കെ ഒരു മുറ്റം, വീടിൻ്റെ മുറ്റമൊക്കെ കാണാൻ എന്ത് ഭംഗിയായിരുന്നു, നല്ല ക്ലീനായിട്ട്. ഇപ്പം അങ്ങനെയൊന്നുമില്ല. ഉള്ള വീടുകളൊക്കെ എല്ലാം പുതിയ വീടുകളാക്കി, എന്താ പറയുക, ഇൻ്റർലോക്കുള്ള മുറ്റമൊക്കെ ആക്കി. ഇപ്പോൾ പഴയ മണൽ വിരിച്ച മുറ്റവും അങ്ങനത്തേതൊന്നും കാണാനേ ഇല്ല. അപ്പം നാടിൻ്റെ ഭംഗിക്ക് കുറച്ച് വ്യത്യാസമൊക്കെ വന്നിട്ടുണ്ടെന്ന് ഇത്തവണ എനിക്ക് നാട്ടിൽ പോയപ്പോൾ തോന്നിട്ടോ.
പണ്ടന്ന് കണ്ടിരുന്ന അന്ന് ഓർമ്മയിലുള്ള ഒരു ചുറ്റുപാടൊന്നും ആയിട്ട് എനിക്ക് തോന്നിയില്ല. എൻ്റെ വീട്ടിൽ നിൽക്കുമ്പോൾ എനിക്ക് അത്രയ്ക്ക് എന്താ പറയുക നൊസ്റ്റാൾജിയ എന്നൊന്നും പറയാനില്ല. അച്ഛൻ്റെ തറവാട്ടിൽ ഞങ്ങൾ ജീവിച്ചേക്കുന്ന ആകെ കുറച്ച് വർഷങ്ങൾ മാത്രം. അതിനുശേഷം ഞങ്ങൾ പിന്നെ പുതിയ വീട്ടിലേക്കൊക്കെ മാറി, വീടൊക്കെ വെച്ച് മാറിയതിന് ശേഷം അച്ഛൻ്റെ തറവാട്ടിൽ അങ്ങനെ നിന്നിട്ടില്ല. ഞങ്ങളുടെ ഈ തീരെ ചെറുതിലെയുള്ള മെമ്മറീസ് ഉണ്ടല്ലോ, എനിക്ക് തോന്നുന്നു ഞാനൊരു 5 വയസ്സ് വരെ മറ്റോ അച്ഛൻ്റെ തറവാട്ടിൽ ജീവിച്ചിട്ടുള്ളൂ. അപ്പോൾ ആ തീരെ ചെറുതിലെയുള്ള കുഞ്ഞ് മെമ്മറീസ് അത് ഭയങ്കര ഫ്രഷാണ്. എനിക്ക് ആ സ്ഥലങ്ങളും എല്ലാം ഭയങ്കര ഓർമ്മയിൽ നിൽക്കുന്ന കാര്യങ്ങളാണ് കേട്ടോ. കാരണം ആ ചെറുത്തിൽ കളിച്ച് വളർന്ന ആ സ്ഥലം ആണ് അച്ഛൻ്റെ തറവാട്. ഇപ്പം ഒക്കെ വീടൊക്കെ പഴയതായി ഒന്നും ചെയ്യാണ്ട് വളരെ മോശം അവസ്ഥയിലാണ് വീടൊക്കെ കിടക്കുന്നത്. കാരണം കൊച്ചച്ഛനൊക്കെ കൃഷിയും പശു വളർത്തലും റബ്ബർ വെട്ടലും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഒന്നിനും നേരമില്ല എന്നുള്ള അവസ്ഥയും അങ്ങനെ അത് ചെയ്യാനുള്ളൊരു അവസ്ഥയിലുമല്ല അവർ. പക്ഷേ ഇപ്പോഴും അവിടെ ചെല്ലുമ്പോഴാണ് ഞങ്ങളുടെ ആ ചൈൽഡ്ഹുഡ് മെമ്മറീസ് ഭയങ്കര ഓർമ്മകളാണ്. വീടിന് ചുറ്റും നിറച്ച് കൃഷിയായിരുന്നു കേട്ടോ. അന്നത്തെ കാലത്ത് ഇതേപോലെയൊന്നും അല്ല, ഇതിൻ്റെ ഒരു 10 ഇരട്ടി കൂടുതൽ കൃഷിയും കാര്യങ്ങളും ഒക്കെ ആയിരുന്നു. നിറച്ച് തെങ്ങയ്ക്കൊന്നും ഒരിക്കലും ക്ഷാമം. തേങ്ങ ഒക്കെ വാങ്ങുന്നത് നമ്മുടെ ഓർമ്മയിൽ പോലും ഉണ്ടായിരുന്നില്ല. എപ്പോഴും തേങ്ങ. അതേപോലെ തന്നെ റബ്ബർ കൃഷിയൊക്കെ അതിന് ശേഷം പിന്നീടാണ് തുടങ്ങിയത്. അന്ന് കാലത്തൊക്കെ തേങ്ങ, കാപ്പി, അതേപോലെ കുരുമുളക്, കൊക്കോ മരങ്ങൾ, അതേപോലെ തന്നെ അമ്പഴങ്ങ, പുളിമരം, മാങ്ങ, ചേന, ചക്ക, ചേമ്പ് എന്ന് വേണ്ട സകല സാധനങ്ങളും വീട്ടിൽ തന്നെയായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. എല്ലാം വീട്ടിലുണ്ടായിരുന്നു. അപ്പം അങ്ങനെ ഒരു വീടായിരുന്നു അത് കേട്ടോ. ഇപ്പം അതൊക്കെ മാറി. ഇപ്പം കൊച്ചച്ഛനും ഫാമിലിയും അവിടെ ഉള്ള രീതിയിലൊക്കെ അങ്ങനെ ജീവിക്കുന്ന ആൾക്കാരാണ് കേട്ടോ. അപ്പം ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. പുതിയ വിശേഷങ്ങളുമായി വീണ്ടും കാണുന്നത് വരെ ബൈ.